ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ദേ പോയി ദാ വന്നു. അങ്ങനെ ദേ ഈ വർഷത്തെ വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തി കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഹാങ് ഓവർ മാറാൻ കുറച്ച് ദിവസം എടുക്കില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇച്ചിരി വൈകിയത്. ഈ ഡിപ്പാർച്ചർ എന്നുള്ള ബോർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിങ്ങലാണ്. അമ്മ ആസ് യൂഷ്വൽ ഞാൻ ഉള്ളിൽ വന്നതിന് ശേഷവും കരച്ചിലൊക്കെ തന്നെയാണ്. അങ്ങനെ ചെക്കിനൊക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ദേ മേലേക്ക് വന്നു. ഇതാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ട്. കണ്ണൂർ എയർപോർട്ട് വന്നതിൽ പിന്നെ ഞാൻ കണ്ണൂർ തന്നെയാണ് കേട്ടോ പോവാറ്. കാരണം നമുക്കത് ട്രാവലിംഗ് നമുക്ക് കുറച്ചുകൂടെ സുഖമാണ്. കാരണം എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് ആകെ അത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ അതേ ഒരു കോഫി കുടിക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ മദ്രാസ് കോഫി ഹൗസ് ലക്ഷ്യമാക്കി വന്നതാണ്. അയ്യോ, പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ കോഫിയായിരുന്നു. 140 റുപ്പീസായിരുന്നു കോഫിയുടെ പ്രൈസ്. അതിപ്പോൾ അധികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിൽ എന്തായാലും കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. പിന്നെ കോഫി സൂപ്പർ ആയതുകൊണ്ട് എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല, കാരണം വേർത്താണ്. അപ്പോൾ ഇനി ഇതുവരെ പോകുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇനി മഴക്കാലത്ത് നിന്ന് ചൂട് കാലത്തേക്കാണല്ലോ ബാക്ക് ടു വർക്ക്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളെ ബോർഡിങ് അനൗൺസ്മെൻറ്റ് വന്നു. പിന്നെ ഞാൻ ഇതിൽ പറയാൻ വന്നൊരു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂഷ്വലി ടിക്കറ്റ് എടുക്കുന്നത് ക്ലിയർ ട്രിപ്പ് ത്രൂ എടുക്കാറ്. ഇപ്രാവശ്യം റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നില്ല പോയത്. അപ്പോൾ ഞാനൊരു ട്രാവൽ ഏജൻസി ത്രൂ ആണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരോട് ഫുഡും കൂടെ ഇൻക്ലൂഡ് ആക്കാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർത്തില്ല. അപ്പോൾ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ആസ് യൂഷ്വൽ ഫ്ലൈറ്റ്. അപ്പോൾ അവർ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്യണോ, മീൻസ് 700 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഓർഡർ ചെയ്തേക്കാം, പിന്നെ എനിക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചു. ദേ പണി ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എയർ ഹോസ്റ്റസ് വന്നിട്ട് എന്നോട് ഈ മെനു കാർഡിൽ നിന്ന് ഒരു ഫുഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 700 ആണ് പേ ചെയ്തത്. ഇതിലുള്ള എല്ലാ ഫുഡിനും 400, 200 അങ്ങനെയൊക്കെയാണ് റേറ്റ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതിൽ ഞാൻ 2 എന്തെങ്കിലും ചൂസ് ചെയ്യണോ? ഇല്ല, പറ്റത്തില്ല, ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല വെച്ചു. അപ്പം ഞാൻ ആരായി? 700 പോയതിലല്ല, ലൈക്ക് നമ്മളങ്ങനെ ഇത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ചൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഓർഡർ ചെയ്യുന്നില്ല എങ്കിൽ ചെക്ക് ഇൻ ടൈം ചെയ്യണ്ട, എല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് വന്നിട്ട് ഓർഡർ ചെയ്യുന്നിരിക്കും നല്ലത്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.